ജോലിയുള്ളതുണ്ട്. വിറകിടാമോ? കുട്ടമ്പിള്ളേ, പിന്നെ ആ വിറക് എടുക്കുന്നതും കാണിച്ചു കൊടുക്കാം. എന്റെ കാര്യം നോക്കണം. നിനക്ക് വിറക് കാണുന്ന ചേട്ടൻ എന്റെ കോളേജ് വെച്ച് പിടിക്കാണ്. ഇറങ്ങി പോരാളി. ഞാനിന്നലെ ജോലി ചെയ്യണമെന്ന് തരില്ലേ? എന്ത് ജോലി ചെയ്തേ? ഇതിനെന്ത് പുല്ലാണിരുന്നേ? പുല്ല് വയ്ക്കാനൊന്നും വേണ്ട. എടാ എനിക്ക് വിശക്കുന്നു. നാളൊരു മൃഗമാണല്ലോ. എടാ കുട്ടമ്മണ്ടേ, ഊണ് കൊടുത്ത് പറഞ്ഞേക്ക്. നാശം. ചോറ് കൊടുക്കണ്ട. ശ്രീകൃഷ്ണ ചോറില്ല ഈ പാത്രത്തിൽ ഇരിക്കുന്നതോ? ഇത് പതിനാർക്ക് കൊടുക്കാനുള്ളതാണ്. എനിക്ക് വിശക്കുന്നതോ? നിനക്ക് വിശക്കുന്നത് ഞാൻ ചെയ്യണം. നീ പേടിപ്പിച്ചല്ല. വിശക്കത്തില്ല. വെറുതെ കയറി തന്നെ ഞാൻ പറ്റിയുണ്ടോ? വെള്ളം വേണമല്ലോ. കോരിക്കൊണ്ട് വരണം. നിനക്കൊരു മഴമില്ലല്ലോ. കൊല്ലാൽ ഒരു രസമൊക്കെ വേണ്ടേ? ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ വിശ്വസിക്കാൻ ഇവിടെ കൂടെ കൂടെ വരികയും ഒരു മാതിരി വർത്താനം പറയുകയും ചെയ്യരുത്. അപ്പഴേക്ക് പറഞ്ഞേ വേണ്ട. ഈ കെ.ഡി. കൃഷ്ണന്റെ കാര്യം പിന്നെ ചക്കരയായിട്ട് പറയുന്നുണ്ടല്ലോ. കൃഷ്ണൻ ചേട്ടനോട് എനിക്ക് സ്നേഹമായതുകൊണ്ട്. അയാളില്ലാത്ത അവസരത്തിൽ വല്ലപ്പോഴേക്കുമെന്ന് എന്റെ അടുത്ത് മര്യാദയായിട്ട് പറയരുത്. എന്റെ ഭാര്യയോട് പോയി പറ. കെറിയിക്കാതെ കരളെ. എന്റെ ദേഹത്ത് തൊട്ടാൽ ഇതുകൊണ്ട് ഞാൻ കുത്തും. നിങ്ങൾക്ക് ഒരു മയവുമില്ല വരെ എന്റെ പൊന്നു കൊല്ലമ്മ. നിങ്ങളുടെ കേടയിൽ ജീവിക്കണമെങ്കിൽ ഇതുണ്ടെങ്കിലും ഉണ്ടായിരുന്നത് ഇത് മാത്രമാണ്. എന്നോട് മര്യാദകേട് കാണിക്കാൻ ഏതവൻ വന്നാലും ഇതുകൊണ്ട് ഞാൻ കുത്തും. എന്തെങ്കിലും രൂപയാണെങ്കിൽ തരാറ് കൊണ്ടമ്മ. തന്റെ സ്വന്തങ്ങളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. കൊച്ചിന് കഞ്ഞെങ്കിലും വെച്ചു കൊടുക്കുക. നീ അങ്ങനെ ഉർവശി ദേവി മറ്റും വേണ്ട. ഇതിനേക്കാൾ ജഗവിധികളെ ഞാൻ കണ്ടിട്ടുണ്ട്.
പോകാതിരിക്കാനോ? ഒരു 2 ഡ്രാങ്ങുകൾ തന്നോ തന്നാണ്. എന്റെ പേഴ്സ് കാണുന്നില്ല. ഇതിനടുത്ത് പോയി നോക്കൂ. എല്ലാവരുടെയും പോക്കറ്റ് അടിക്കും. നിന്റെ പോക്കറ്റ് അടിക്കുന്ന ആരാടെ കെ ഡി കൃഷ്ണ? കണ്ടില്ലായിരുന്നു. ശരിയാണോടോ? ശരിയാ. അവനാള് വലിയ കള്ളനാ. എന്റെ കണക്കെത്രയാ? ഒരു 3 രൂപ 3 രൂപ 50 പൈസ. അയ്യോ, ഇതിന് 5 രൂപ വെച്ചിരുന്നല്ലോ. വെച്ചിരുന്നോ? എന്നാ അവൻ 5 രൂപ കൊടുത്തേക്കും പോയത്. അവനെ ഞാൻ ഇന്ന് പേടിക്കില്ല. എന്നെ അപമാനിക്കണം. ഞാൻ ഈ നാട്ടുകാരെ കലപ്പുറം നിങ്ങൾ പ്രോഗ്രാം നടത്തുന്നത് എന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? കൃഷ്ണന്റെ വേഷം കെട്ടുന്നവര് ഉടലിറങ്ങി ആശുപത്രി കിടക്കുക. ഉടലിറങ്ങി അവിടെ കിടക്കുമെന്ന് എനിക്കറിയത്തില്ല. പ്രോഗ്രാം നടത്താറ് ഒറ്റ എനിക്കൊന്നും നടക്കില്ല. ആരെങ്ങനെ ദേഷ്യപ്പെട്ടത്? എന്നെ കൂട്ടിയെടുക്കില്ലേ? ഇത് എന്താ ചെയ്യുന്ന? അയ്യോ അയ്യോ എന്റെ പൊന്നു പോകാനാ എന്നെ ഒന്ന് സഹായിക്കും. ഒന്ന് കേട്ടോ കയ്യിലിരുന്നോട്ടെ. നീ നിന്നെ കേട്ടോ ഗോപാല. കൃഷ്ണ കമലനയന ശ്രീകൃഷ്ണ നിന്നെ കാത്തു നിൽപ്പൂ നിന്റെ രാധ. കാളിന്തി തടത്തിലെ കളി
അങ്ങന്റെ മകനെ തിരിച്ചു തരുന്നില്ല. ആര് മാത്രമില്ലാത്ത ഏഴാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയി എന്റെ മകനെ തിരിച്ചു തരൂരില്ല. ഞാൻ കൃഷ്ണനല്ല. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പച്ചവെള്ളം പോലും തരില്ല. ഞാൻ ഈ കൂലിക്കാരനാണ് എന്ന് ടൗണിൽ കൂലിക്കാരുടെ കൂടെ താമസിക്കുന്നവനാണ്. അല്ല, അതെ അല്ല, ഞാൻ സന്യസിക്കുമ്പോൾ എന്റെ മനസ്സിൽ തന്നെ കൃഷ്ണനാണിത്. അല്ല പറഞ്ഞല്ലേ കൃഷ്ണ 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 നീ എവിടെ പോയി കൃഷ്ണ? നീ എവിടെ പോയി? കൃഷ്ണ കള്ളക്കൃഷ്ണ, നിന്നെ കാപ്പിൽ കാണാൻ സാധിക്കില്ല. മായാവിയായി, കള്ളനായി കൃഷ്ണ. ഇവരാരും വന്നില്ലേ? ഇവരാരും വന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ആരും സഹായകനില്ലാത്ത ഒരു പാവം മനസ്സറിഞ്ഞ ഈ കുട്ടിയുടെ അച്ഛനോട് 2 മാസത്തിന് മുമ്പ് കുടുംബസഹോദരത്തിൽ മരിച്ചുപോയി. എന്റെ ബന്ധുക്കൾ വിളിക്കാറില്ലേ? ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണമല്ലേ എന്ന് ഞങ്ങളുടേത്. ഇപ്പോൾ എനിക്ക് ആരുമില്ല. ഞാൻ ജോലി ചെയ്ത് എന്റെ കുഞ്ഞിനെ വളർത്തുന്നു. എന്റെ കുഞ്ഞിനെ ആകാശവും ഞാനാണ്. അവിടെ ഒന്നും വാങ്ങില്ല. നോക്കാം. അമ്മ പോയി സ്ഥലം എടുത്തിട്ട് വെക്കണം.
കുറെ കള്ളമായി പിടിച്ചോണ്ടിരുന്നു. ഒന്നാമത്തെ കഥയാണ്. നിങ്ങൾ ആദ്യം കുഞ്ഞ് ഇത് മൂട്ടിലിരിക്കാൻ കുഞ്ഞെ പിടിക്കാൻ. ഇതിപ്പോ രണ്ടെണ്ണത്തിന്റെ കാര്യത്തിൽ ഞാൻ കാണുന്നുണ്ട്. എനിക്കോട്ടൊന്ന് പാടും. കൃഷ്ണചേട്ടന്റെ ഇഷ്ടമില്ലാതെ എന്റെ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവരും കഴിച്ചു ഒരു കുഞ്ഞുമായ ശരി, ഇതിനൊന്നും എടുക്കാൻ ഇതിന്റെ കരച്ചിൽ നടക്കാം. എനിക്ക് മനസ്സില്ല. ഞാനിനെ കൃഷ്ണചേട്ടൻ എന്നെ കണ്ടുവരുമെങ്കിലും എനിക്ക് കൃഷ്ണചേട്ടനെ ഇഷ്ടമാണ്. ആറ് പെട്ടതാണെങ്കിലും ഈ കുഞ്ഞ് കൃഷ്ണചേട്ടന്റെ അല്ലേ, അതുകൊണ്ട് ഞാൻ എടുക്കും. പെണ്ണ് തൊട്ടപ്പോ അതിന്റെ കരച്ചിൽ എല്ലാ പെണ്ണും അമ്മയാണ്. ആ, എല്ലാ ആണോ അച്ഛനല്ല. പക്ഷേ ഇതിന്റെ അച്ഛൻ കൃഷ്ണചേട്ടൻ മാത്രമാണ്. മണ്ടൂസേ, അതെന്റെ കുട്ടിയല്ല. എന്നോടൊന്നും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കാൻ അറിയാമല്ലോ. ചേട്ടന്റെ തനിസ്വരൂപമോ? നീ ഇങ്ങോട്ട് വരുമല്ലേ, ഞാൻ എല്ലാം നേര് പറയാം. എന്നോടൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇങ്ങോട്ട് വായി. ഞാൻ പേടി കൃഷ്ണാവെന്ന് നിനക്കറിയാം. പോലീസുകാർ എന്റെ പറയുക വരുന്നത് പേടിച്ച് വീടിനകത്ത് എനിക്കായി. ഈ കുഞ്ഞിന്റെ അമ്മ ശത്രുക്കൾ പോലീസുകാർ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വായടക്കി പിടിച്ചു. കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോ ശ്വാസം വിട്ട് മരിച്ചായി. പാവമല്ലാതെ ഈ ജീവിതത്തിൽ ഞാൻ നല്ലത് ചെയ്തിട്ടുണ്ടോ തന്നെ. എനിക്കതിനൊന്നും പ്രയാസമില്ല. മരിച്ചു കിടക്കുന്ന ആ സ്ത്രീയുടെ മുലയിൽ നിന്ന് ഈ കുഞ്ഞ് പാല് കുടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ എന്റെ മനസ്സുരിപ്പോയി. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ വിജയം. ഏതായാലും ഈ കുട്ടിയെ നാളെ പകൽ മുഴുവൻ ഒന്ന് സൂക്ഷിച്ചോ. രാത്രി ഞാൻ ഒന്ന് എടുത്തോണ്ടിരിക്കണം. ഈ കുട്ടി ഏതാണെന്ന് ആരെങ്കിലും ചോദിക്കാൻ നീ എന്തെങ്കിലും കള്ളം പറ. ഈ രാത്രി കൊണ്ടുപോയി
ഹാറ്റ് ഹാറ്റ് കൊള്ളാം. എവിടെ നിങ്ങൾക്ക് എന്തൊക്കെ വാഴത്തുള്ള പോലെയാണല്ലോ ഒരു പറയുന്നത്. ഇതൊരു നമുക്ക് കുഞ്ഞല്ലേ. ഏതായാലും ഞങ്ങൾ ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾ രാത്രി ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ വെച്ചു നീ കിട്ടിയല്ല. എന്റെ കുഞ്ഞ് എന്റെ ഉമ്മക്ക് ഞാൻ പ്രസവിച്ചത് കൊള്ളാം. ഞാൻ നേര് പറയാം. കുറച്ചു നാൾ മുൻപ് എന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോ ഇങ്ങനെ എന്റെ കൊച്ചമ്മ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. നേരാണ് ഒരു പറയുന്നത്. കള്ളം പറയുന്നത് എന്തിനാ? ഈ ലോകത്ത ഇതിന്റെ അച്ഛനേത കൃഷ്ണൻ ചേട്ടൻ. അയ്യോ പേര് കിട്ടണോ? ഒരിക്കൽ ഞാൻ വന്നപ്പോ ഇത് നല്ല കൂട്ട് ഒന്നടിയാകെ പോവാം. എന്നാലും എന്റെ പോയി നീ ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു ഇല്ലല്ലോ നീ ഒന്നിന്റെ കാര്യം ഇവിടെ അവർ തന്നെ ഇരുന്നോളൂ. വിളക്ക് എണ്ണ വേണ്ട തിരിയ വേണ്ട എന്ത് നല്ല പൊൻവിളക്ക് പമ്പയാറും കരയിലല്ല പഞ്ചമി വിളക്ക് എണ്ണ വേണ്ട തിരിയ വേണ്ട എന്ത് നല്ല പൊൻവിളക്ക്
വിളക്ക് എണ്ണ വേണ്ട വേണ്ട എന്ത് നല്ല വിളക്ക് രാരിരോ രാരോ ഇങ്ങോട്ട് കയറണ്ട. പിന്നെ കഥ പറഞ്ഞു കടയിൽ തട്ടിയിട്ട് ആരാണെന്ന് വിചാരിച്ചാൽ നീ കഥ പറഞ്ഞു? എന്തോ വേണം അറിഞ്ഞിട്ട്? കൃഷ്ണനാണെന്ന് വിചാരിച്ചില്ല നീ കഥ പറഞ്ഞത്? അതെ, അതിനാർക്കാണ് നഷ്ടം? എന്റെ കുഞ്ഞിന്റെ അച്ഛനാ കൃഷ്ണൻ ചേട്ടൻ. എന്റെ കുഞ്ഞ് അച്ഛനോ? പിടിച്ചില്ലേ? നിന്റെ ഈ കള്ളത്തരങ്ങളെല്ലാം വല്ല മണ്ടി പെണ്ണുങ്ങളോടും പറയണം. സത്യത്തിൽ ഈ കൊച്ചിന്റെ തവളെ നിന്റെ കൃഷ്ണൻ ഞെക്കിക്കളഞ്ഞു. എന്നിട്ട് ഈ കൊച്ചിനെ കൊണ്ട് നിന്നെ ഏൽപ്പിച്ചത്. ആര് പറഞ്ഞില്ല? ഇതെല്ലാം ഞാൻ പുറത്തൊളിച്ചെന്ന് കേട്ടതാണ്. എനിക്കെല്ലാം അറിയാം. മര്യാദയ്ക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ജയിലിലടയ്ക്കും. നിന്റെ കൃഷ്ണനെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കഥയോടൊക്കെ ഈ ലൈറ്റ് അടയ്ക്കും. നമുക്ക് അത് സാധ്യമല്ല. കൃഷ്ണൻ ചേട്ടൻ വിളിച്ച് എന്റെ ദേഹത്തിൽ മറ്റൊരു പുരുഷനും തുടങ്ങാൻ സമ്മതിക്കില്ല. എന്നമ്മ നിനക്ക് ഇത് ആപത്താണ്. എന്താപത്ത് നിർത്തി? അത്രയ്ക്ക് വാശിയാണോ? അയ്യോ ആശാ, നീ നേരത്തെ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഏതും പ്രതീക്ഷിച്ചില്ല. നീ ഇന്നിറങ്ങട. ആശാ മോനെ പിറ്റേന്ന് എന്നെ വിട്ടു. പിന്നെ നല്ല വാറ്റുണ്ട്. ഇപ്പൊ എന്ത് ബഹുമാനം! അങ്ങനെ ജയിലിനകത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ഗുരുവായിരുന്നു കേട്ടാണ്. എന്താ നീ ഈ വീട്ടിനകത്ത് കയറി മാത്രം വേണ്ടാനൊന്നും കാണിക്കും. ആശാ അങ്ങനെ പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. പോലീസ് കയറി വന്ന കാര്യം അറിഞ്ഞു? എല്ലാം അറിഞ്ഞു. ഞാൻ കൊച്ചിനെ എടുത്തോണ്ട് വരാൻ വന്നു. അയ്യോ വേണ്ട ചേട്ടാ, നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം. അതാവട്ടെ. കുഞ്ഞ് നല്ലവണ്ണം വളർത്തുന്ന ഒരു അനാഥാലയം ഞാൻ കണ്ടുവച്ചു. അതിന്റെ മതിൽക്കെട്ടിനകത്ത് ഇതിനെക്കൊണ്ട് ഇടാൻ പോവുക. ഇല്ല, ഇതെന്റെ മോളാണ്. പൊന്നമ്മി, നിനക്ക് ആപത്താണ്. പോലീസുകാർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ തരുകയില്ല. ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ കുഞ്ഞാണെന്നാണ്. കൃഷ്ണൻ ചേട്ടനാണ് എന്റെ മോളുടെ അച്ഛനെയും ഞാൻ പറഞ്ഞു. എന്തിനാടി പറ്റി ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ ആളുകൾ അറിയുന്നത് എനിക്കിഷ്ടമാണ്. നിന്റെ ഇഷ്ടം നമ്മൾ കൊണ്ടുപോയി എല്ലാം കൊണ്ടിട്ട് എന്റെ മോളെ കൊണ്ടുപോകാനും. എന്താ കള്ള ശിക്ഷ! എന്തെല്ലാം വേഷങ്ങളാണ് നീ കെട്ടുന്നത്! എന്റെ ചേട്ടൻ അനാവശ്യം പറയരുത്. കള്ളമൊക്കെ പണ്ടായിരുന്നു. എന്റെ പൊന്നുകല്ലേ, ഞാൻ കൃഷ്ണനും ശിവനും ഒന്നും അല്ല. അപ്പോഴായാലും രഹസ്യം എനിക്കറിഞ്ഞിട്ട അത് മാറാനാണ് ഞാൻ ദേശാടനം ചെയ്ത് എല്ലാ ക്ഷേത്രങ്ങളിലും കഥിക്കുന്നത്. അങ്ങനെയാണ് അന്നൊരു ദിവസം അവളിയുള്ള ആ ക്ഷേത്രത്തിൽ വെച്ച് എന്റെ ശിക്ഷനെ ഞാൻ കണ്ടത്. ഞാൻ വേഷം കിട്ടിയാണ് കള്ളേ. എന്റെ ഉള്ളിലുള്ള രൂപമാണ് ഞാനിന്ന് കണ്ടത്. ഏഴാമത്തെ വയസ്സിൽ ഒരു പെൻസിൽ മോഷ്ടിച്ചതിന് ഞാൻ അവനെ കുറെ തന്നു. അന്ന് ഞാൻ നാടുവിട്ടുപോയി. എന്റെ മോനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ കൃഷ്ണനെ പഠിച്ചു. അന്ന് എന്റെ മനസ്സിൽ തെളിഞ്ഞത് 7 വയസ്സുള്ള ആമ്പാടി ശിഷ്യനായിരുന്നു. കാലം കഴിഞ്ഞു എന്റെ മനസ്സിലെ ശിക്ഷൻ വളർന്നു. ഇപ്പൊ എന്റെ മനസ്സിലുള്ള ശിക്ഷന്റെ രൂപം അന്ന് ഞാൻ ആൾക്കാരിൽ വെച്ച് കണ്ടു. ആ ശിക്ഷനിതാ ദേശന്മാരെ വിളിക്കുന്നു. ദൈവത്തെ ഓർത്തെന്നെ വിശ്വസിക്കരുത് എന്ന് എന്ത് വേണമെന്ന് പറഞ്ഞോളൂ. ദൈവമാണെന്ന് പറയരുത്. ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന്. അന്ന് മോനെ 30 വർഷമായി മോനെ ഈ വിളി കേൾക്കാൻ
ഞാൻ കാത്തിരിക്കുന്നു. മോനെന്നെ അമ്മയെ വിളിച്ചപ്പോൾ ഞാൻ ഭഗവാനെ പോലും മറന്നുപോയി. മോനെ മറന്നുപോയി. ഈ കിളവിക്ക് തലയ്ക്ക് സുഖമില്ല. അവരുടെ മകനെ കൊച്ചിലെ നഷ്ടപ്പെട്ടതാണ്. ആരെങ്കിലും കള്ളന്മാരെ കൊണ്ടുപോയതായിരുന്നു. എന്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചിരുന്നു. അമ്മയുടെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചത്. വീടും നാട് ഉപേക്ഷിച്ച് പേശാരണം ചെയ്ത് ചുറ്റുമുള്ള ഒരു കുടുങ്ങി കഴിഞ്ഞുകൂടുകയാണ്. എന്റെ പൊന്നു മോൻ അവിടെ വന്ന് എന്റെ കയ്യിൽ ഇത്തിരി ആഹാരം മേടിച്ച് കഴിച്ചിട്ട് പോകുന്നു. വരാം, ഞാൻ വരാം. ആ എന്റെ മോൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. അവൻ ഏതെങ്കിലും വലിയ ഉദ്യോഗസ്ഥനായിരിക്കും. അവൻ ഏത് പേര് കയറിയാലും എങ്ങനെയായിരിക്കും എന്നാണ് അവന്റെ ജാതകം. മോൻ എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ ഇരുന്ന് എന്റെ മോനെ ചോറ് വിളമ്പി കൊടുക്കാൻ ഒക്കുമോ? നിന്റെ കണ്ണിൽ എന്താണല്ലോ? കൂടുതലാണ്. അയ്യോ, നീ മണം എടുത്തില്ലല്ലോ. എന്നാ ഇത് കണ്ണിൽ പെട്ട് വേണം. നിങ്ങൾ ഈ കഴിച്ചിട്ട് പെട്ടെന്ന് പോവുക. നിങ്ങൾ എവിടെ പോവുക? ഞങ്ങൾക്ക് നാടോ വീടോ ഒന്നുമില്ലെന്ന്. ഇവിടെ എവിടെയെങ്കിലും താമസിച്ച് ജോലി ചെയ്ത് ഞങ്ങൾക്ക് കുഞ്ഞിനെ വളർത്തണം. എന്നാ എന്റെ മക്കൾ ഇവിടെ താമസിച്ചു. ഞാൻ മിക്കവാറും ദേശാടന് ക്ഷേത്ര ദർശനമായിട്ട് കഴിഞ്ഞുകൂടും. വല്ലപ്പോഴും വന്നാ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ സ്ഥലം തന്നാണ്. എന്താ ചേട്ടാ? വേണ്ട, നമുക്കെന്നും പോകണ്ട ചേട്ടാ. ഇവിടെ തോട്ടങ്ങളിൽ ജോലി ധാരാളം കാണും. അത് മതി മക്കൾ, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ പറ്റും. സന്തോഷം. ചേർന്നെന്താ തോന്നിയിരിക്കുന്നത്? ഞാൻ പുറത്തൊന്നും ഇറങ്ങിയിട്ട് വരാം. എവിടാ? നോക്കി വെച്ചിട്ടില്ല. ഏതെങ്കിലും സൗകര്യം കിട്ടും. നേരം വിളിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ് വരാം. ആഹാ, മോഷ്ടിക്കാനാണോ? ഒന്ന് പതുക്കെ പറയാം. വേണ്ട വേണ്ട, എന്നും പോകണ്ട. നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം. എനിക്ക് ജോലിയൊന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ. എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യും. ചേട്ടൻ ഇവിടെ ഇരുന്ന് കുഞ്ഞിന് നോക്കിയാൽ മതി. അങ്ങനെ അങ്ങനെ സമ്പാദിച്ച് ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നെ ഇപ്പോഴും ഒന്നുകളായിട്ടാണോ കരുതിയിരിക്കുന്നത്? വല്ലൊന്നും ഇവിടെ ഇല്ലല്ലോ. നമുക്ക് പുറത്ത് പോയില്ല. കുഞ്ഞുറങ്ങി. ഇവിടെ ഒരു നാവൽ. നല്ല നിലാവുണ്ട്. എനിക്ക് ഇരിക്കാൻ ഇഷ്ടം. ഇങ്ങോട്ട് വരാന്. ആഹാ, പാൽ പോലത്തെ നിലാവ്. ഈ വഴി നിലാവ് പാല് പോലെയാണ്. ചേട്ടാ, നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ എന്തൊരു രസമായിരിക്കും. ജോലിയും ചെയ്ത് കുഞ്ഞിനെ വളർത്തി. ചേട്ടാ, എനിക്ക് പാടാനറിയാം. സിനിമയിലെ പോലെ ഞാൻ ഒന്നും പാടത്തെ കേട്ടോ. സിനിമയിലെ പാടാ. ഈ ചേട്ടന് ഊർജ്ജമില്ല. അതെ, കൊച്ചു കാര്യങ്ങൾ പോയെടുക്ക. കൊച്ചു കളഭമഴ പെയ്യുന്ന രാത്രി, കല്ലുകൾ പോക്കുന്ന രാത്രി, ഉത്തരത്തിൽ നെല്ലയ്ക്ക് കൊന്തിങ്കൾ
പരിഭവം മാറാത്തു കളഭമഴ പെയ്യുന്ന രാത്രി വിടരാത്തു കളഭമഴ പെയ്യുന്ന രാത്രി കല്ലുകൾ പൂക്കുന്ന രാത്രി തലതി നെല്ലയ്ക്ക് പന്തിങ്കൾ കൊടുക്കുന്ന രാത്രി കളഭമഴ പെയ്യുന്ന രാത്രി. ചേട്ടാ 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 എനിക്ക് ജീവിക്കുന്ന ഇറങ്ങണ്ട സാർ. ആ എനിക്ക് ജീവിക്കുന്ന ഇറങ്ങണ്ട സാർ. അതാ ഇതെന്താ നീ പറയുന്നത്? ചേട്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ടാ ജീവിതത്തിലിറങ്ങണ്ടെന്ന് പറഞ്ഞ ഞാൻ സുമാൻ കിടന്ന് ഉറങ്ങത്ത് വിചാരിച്ച് ജയിലിലാണെന്ന്. കൊള്ളാം. വരും അകത്ത് പോയി കിടക്കാം. ഞാൻ വരണ്ട, നീ വയ്ക്കോ. പായും തലേനും കട്ടിലും ഒക്കെ ഉണ്ട്. വരൂ. ഞാനൊന്ന് കയറുക, എനിക്ക് ഉറക്കമല്ല എടുത്തിപ്പോ. എന്താ കൃഷ്ണൻ ചേട്ടാ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്? എന്റെ ജീവൻ തന്നെ ഒളിയിലാണല്ലോ. ഇവിടെ ഒന്നും കൃഷ്ണൻ ചേട്ടൻ ആർക്കും അറിയില്ല. ആ, നമുക്ക് ജോലിയും ചെയ്ത് ഭാര്യയും ഭർത്താവുമായി സുഖമായിട്ട് കഴിയാം. ആ അതൊന്നും വേണ്ട. ചേട്ടൻ എന്നെ തീരെ ഇഷ്ടമില്ല. എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഇഷ്ടമൊന്നും വേണ്ട. ഞാൻ എന്റെ 5 വയസ്സ് മുതൽ കാണുന്നയാളാ. അതുകൊണ്ട് ഭർത്താവണം. മറ്റാരെയും എനിക്ക് ഭർത്താവായി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്നോട് എന്താ എത്ര വെറുപ്പ്? എനിക്ക് നിന്നോട് വെറുപ്പൊന്നും ഇല്ല പെണ്ണി. പിന്നെ എന്താ എന്റെ ഭാര്യയൊക്കെ എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ? നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ്. നൂൽപാലത്തിൽ കൂടെ നടക്കുന്നത് പോലെയാണ് തന്നെ എന്റെ ജീവിതം. ഏത് നിമിഷത്തിലും താഴെ വീഴും. നിന്നെക്കൂടെ ഞാനിത് നശിപ്പിക്കുന്നു. ഈ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായി. വേണ്ട, എനിക്ക് അങ്ങനെ ജീവിക്കണ്ട. ഒരു ദിവസമേ ഉള്ളെങ്കിലും എനിക്ക് എന്റെ ക്രിസ്ത്യൻ ചേട്ടനെ മതി. നീ നല്ലവണ്ണം ആലോചിച്ചത്. എനിക്കിത് ഒന്നും ആലോചിക്കാനില്ല. എനിക്കൊരു മോളുണ്ട്, ഭർത്താവുമുണ്ട്. ശരി, നിന്റെ ഇഷ്ടം. ഒക്കുന്നതുവരെ നമുക്ക് ഇങ്ങനെ കഴിയാം. എനിക്കെന്തു തന്നെ സംഭവിച്ചാലും എന്റെ മോടെ അമ്മ നീയായി. നിശ്ചയമായി.
മോക്കൊരു പേരിടണ്ടേ? പെൺപിള്ളേർക്ക് പേരിടുന്നത് കള്ളമാരാ. ഞാൻ ഒരു നല്ല പേര് നോക്കി വെച്ചിട്ടുണ്ട്. എന്താ? ശാന്തി. ശാന്തി. ഓ ആയിക്കോളൂ. താമസിക്കുന്ന കഴിവില്ല എഴുന്നേക്കാൻ വലിയ ആൾക്കാരെ കിടക്കുന്നത്. ആ ഇവിടെ ഞാൻ പോയിട്ട് കൊച്ചി പേർക്ക് ആരെങ്കിലും വേണ്ടേ? കൃഷ്ണൻ ചേട്ടാ, ഞാൻ പോയി ആരെങ്കിലും വിളിച്ചോണ്ട് വരാം. നിങ്ങൾക്ക് അമ്മ വീട്ടിലോട്ട് കൊണ്ടുപോകും. ശരി അമ്മേ. മോനെ മോനെ നിന്നെ കാണാൻ എന്റെ അമ്മ മരിക്കാൻ പോയ മോനല്ലേ? എന്റെ മോനെ കാണാൻ മരിക്കാൻ പോയ അമ്മേ, അമ്മയുടെ മകൻ അമ്മയുടെ കണ്ണിൽ ഉണ്ട്. അത് അമ്മയെ വരച്ചിരിക്കുന്ന ഈ മഹാപാപം അമ്മ കണ്ടത്. മകൻ വലിയവനായിരിക്കുമെന്ന് അമ്മയുടെ വിശ്വാസം തകർത്തായിരിക്കണേ ഇതുവരെ ഞാനത് പറഞ്ഞു. ഞാൻ ആപത്തിപ്പെടുമ്പോൾ അമ്മ വേദനിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മ 7ാമത്തെ വയസ്സിൽ ഒളിച്ചെടുത്തായ അമ്മയുടെ മകൻ ഞാനാണെന്ന് ഞാനാണെന്ന് അമ്മ 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 ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടെ. ഇനി അമ്മ മരിച്ചോളം ഞാൻ അച്ഛന് മാറില്ലല്ലേ? ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കല്ലേ? അമ്മേ അമ്മേ പാസോ ഇത് അമ്മ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകുന്നല്ലോ. മാറാം. കൈ പിടിച്ചു. എന്റെ അമ്മ എന്നെ വിട്ടു പോയി. ഇങ്ങോട്ട് ഞാൻ വട കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒന്നിങ്ങോട്ടാ. ഓളെന്തിയെ? അവള് പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയി. അവളെ അങ്ങനെ വിട്ടുകൂടല്ലോ കുഞ്ഞി. ഞാനൊരു വലിയവനായി കാണണമെന്ന് എന്റെ അമ്മ ആശിച്ചിരുന്നു. അത് സാധിച്ചില്ല. എന്റെ അമ്മയുടെ അഭിലാഷം ഞാൻ അവളിലൂടെ നിറവേറ്റി. ഞാൻ അവളെ പഠിപ്പിച്ച് വലിയവളാണ്. വലിയ കാര്യമാണ്. ഓരോ ദിവസവും ചെലവിന് വിഷമിക്കുമ്പോഴാ കൊച്ചനെ പള്ളിക്കൂടത്തിലായിരിക്കുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയാണ്. ആ ആശയൊക്കെ അങ്ങ് മനസ്സിലിരിക്കും.
ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നമുക്കൊരു കുഞ്ഞു വേണ്ട ചേട്ടാ. അതോ? അത് എത്രയായാലും നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നതും ശാന്തിയും തമ്മിൽ വ്യത്യാസമില്ല. ഉണ്ടോ? നിശ്ചയമായി. നമ്മളുടെ രക്തത്തിൽ ജനിക്കുന്ന കുഞ്ഞും എടുത്തു വളർത്തുന്ന കുഞ്ഞും തമ്മിൽ വ്യത്യാസം കാണും. എന്താ ഒന്നും മിണ്ടാത്തത്? ആ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനാണ് ഒരു കുഞ്ഞു മതി എന്ന് വിചാരിച്ചത്. എന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? ഞാനൊരു പെണ്ണല്ലേ. അതുകൊണ്ട് നൊന്ത് പ്രസവിക്കാനും ആ കുഞ്ഞിനെ എടുത്ത് വളർത്താനും എനിക്ക് ആശ കാണില്ലേ? അത്ര വലിയ ആഴ്ചയാണെങ്കിൽ അധികം പ്രായമാകുന്നതിന് മുമ്പ് വേറെ വല്ലതും തിരക്കിക്കും. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള കഴിവ് എനിക്കുള്ളൂ. ഒന്നുണ്ട് ഞാൻ. ഞാൻ കൊച്ചിന്റെ കൂടെ പോയിക്കടാ, എനിക്കൊന്ന് ഉറങ്ങണം. അങ്ങോട്ട് നീക്കട മാസം. എന്ത് വിഷ്ണു? എന്താ ഇവിടെ നിൽക്കുന്നു? വരും, അകത്തുനിന്ന് കിടക്കും. ഓടിയാട്ടെ നാട്ടു ചെയ്യാൻ. എങ്ങാണ്ടോ കിടന്ന് ഒന്നിനെ കൊണ്ട് കഷ്ടപ്പെട്ട് വളർത്തി ഒരു പേരെ തരത്തില്ല. കേട്ടോ? ഇവിടെ വന്നു. എന്നും വരാറുണ്ടായിരുന്നു, ഇന്ന് കണ്ടില്ലല്ലോ. എന്ത് പറ്റി? ഒന്നുമില്ല. രണ്ട് പ്രാവശ്യം എനിക്ക് സ്കൂളിൽ പോകാൻ പോവാൻ മോളെ. അതിനുവേണ്ടിയാണ് മോളെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നത്. മോളെ പഠിപ്പിച്ച് മിടുക്കിയാണ്. ദോശയല്ല, ചൂട് ദോശ മുഴുവൻ തിന്നണം.
சங்கர், இந்த வண்டியெல்லாம் நல்லா பார்த்துக்கோ, தொடச்சு கிளீன் பண்ணி போய் நான் சாப்பிட்டு வரேன். சரிண்ணே, நல்லா பார்த்துக்கோ. வாங்க சார், வாங்க. எங்க போகணும் சார்? சரி, யாருங்க? சென்னை ஸ்டேஷன். பாத்துக்கோ, சரியா பாத்துக்கோ. அங்க என்ன பாக்குற? மாற மாட்டா மாதிரி நீ ஒரு டிரைவரா வர வேண்டாம். இங்க பாரு குழந்தை, அப்படியே பாத்துக்கோ. இவரெல்லாம் பாத்துக்கோ. லெப்ட்ல பாத்துக்கோ. அங்க பாரு, லெப்ட்ல பாத்துக்கோ. அப்படிதான் ரோட்டை பாத்துக்கோ. கிளட்ச் நல்லா மெதிச்சுட்டு அப்புறம் அப்புறம் கீழே போ. எந்த தொழிலா இருந்தாலும் ஒழுங்கா பார்த்து செஞ்சாதான் நாளைக்கு நம்ம முன்னுக்கு வரலாம். பரவாயில்லையே, கையில பாரு, நல்லா பாத்துக்கோ. இங்கம்மா சரிங்க. போனவங்க இன்னும் வரலையே. செங்கப்பட்ட வரைக்கும் போயிட்டு வர வேண்டாமா? எப்படி ஆரஞ்சு ரிசப்ட முடிச்சிடும். பெண்ணுக்கு வயசு 22. அந்த மூத்தார பொறுத்து இந்த செல்லுடைய பொறுத்து எங்க ஆத்துக்கார தலைவல கட்டிட்டு போயிட்டான். சினிமா ஜினிமா பார்த்து யாராவது ரொம்ப பண்ணி எங்கேயாவது கிளம்பிட்டா ரொம்ப கஷ்டமாயிடுமே. நம்ம ஆளுக்கு நல்லா தெரிஞ்ச இடத்துக்கு தான் போயிருக்கான். பையன் ரொம்ப நல்லவனா, எங்கேயோ வேலைக்கு இருக்கவன். இன்னைக்கு கட்டாயம் அந்த விஷயம் பிக்ஸ் ஆகும். அம்மா கொஞ்சம் பண்ணு. நீ நினைச்சது நடந்து விடும். உங்க ஆசீர்வாதம் சுவாமி. என்னங்க என்னங்க பையன் பார்த்தேடா? என்னங்க பையன் பார்த்தேடா? எல்லாம் ஐயா சொல்லு. வாங்க வாங்க. என்னங்கோ பார்த்தேடா? என்னங்கோ மாப்பிள்ளைய பார்த்தேடா? பார்த்தாச்சு, கண்டு, ஆனா நடக்காது. கல்யாணம் இருந்து மகளோட கல்யாணம் நிச்சயிச்சோம். ஒரு விடிய பையனை பார்த்தாச்சு, ரொம்ப பேசினாச்சு. நாங்க ஒன்னாம் தரம் கொடுப்போம். இஷ்டம் போல இந்த பையன் இஷ்டம். பையன் இஷ்டம் ஒண்ணு என்ன நடத்தி கொடு. ஏதாவது ஒரு குழப்பம். அந்த பையன் பிராமணா மட்டன் சாப்பிடும். தினமும் சாப்பிடாது. தண்ணி ஓடும் போது எந்த மாசம் இப்ப இந்த சிறப்புக்கார 4000 கழிக்காது. அது நீங்க கல்யாணத்துக்கு வேண்டாம். ஆனால் ஒரு பேர் கொஞ்சம் ஆனா கூட அவரை கண்டா ஒரு கல்யாண லட்சம் என்ன தடி அப்படித்தான் கல்யாணம் ஆனப்புறம் இவன் வாழ்நாள் பூரா ஜெயில இருந்துட்டான்னாக்க என் பொண்ணு கேது என்ன ஆறுதுங்க உனக்கெல்லாம் வந்து என்ன இങ്ങനെ ശല്യപ്പെടുത്താൻ ഇവിടെ കൂടെ കൂടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ കൃഷ്ണൻ ചേട്ടൻ പറഞ്ഞ കല്യാണം എന്റെ കാര്യം ഞാൻ നിശ്ചയിച്ചുകൊള്ളാം. അയാൾ നീ ഈ നാട്ടിൽ കയറിയില്ല. അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു?
കൊള്ളാം, ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ടടി മണ്ടി. എപ്പോഴുണ്ടെങ്കിലും ഞങ്ങളറിയും. ഞാൻ വിചാരിച്ചാൽ നീയും നിന്റെ കൃഷ്ണൻ ചേട്ടനോ അകത്ത് ആ പെൺകുട്ടിയും പോലീസ് സ്റ്റേഷനിൽ ചതിക്കില്ലേ കേശവൻ ചേട്ടാ? എന്റെ കൃഷ്ണൻ ചേട്ടൻ വല്യവനായി ചെയ്യാം. എന്റെ മോള് പഠിച്ച് മിടുക്കിയാകും. എനിക്കെന്ത് പണ്ടുകൊള്ളു. അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഭാര്യയൊക്കെ ദൈവത്തെ ഓർത്ത് അത് മാത്രം പറയുന്നു. കേശവൻ ചേട്ടന്റെ ഒരു ഭാര്യയും മകനും ഉണ്ടല്ലോ. ഒരു കാര്യമില്ല. ചെല്ലുന്നൊരു പെറ്റ ഭാര്യമാരുണ്ട്, ചേട്ടൻ പെറ്റ കൊച്ചുങ്ങളും കാണും. നിന്നേക്കുള്ള ഞാൻ എടുത്തോളാം എന്റെ പൊന്നു. സാധ്യമല്ല. അങ്ങനെ വാശി പിടിക്കാതെ പെണ്ണ്. ഇഷ്ട സ്ഥലത്തില്ല എന്നുള്ള കാര്യം നല്ല ഓർമ്മ വേണം. അങ്ങനെ കത്തി കാണിച്ച് ഭയപ്പെടുത്താന്ന് വിചാരിക്കുന്ന ഞാനിത് എത്രയോ സംഭവമാണ്. ഇപ്പോഴും എനിക്ക് വളർന്നില്ലെന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ സകല പ്രവർത്തനങ്ങളും ഞാൻ പുറത്തുകൊണ്ടിരിക്കും. ആ സ്ത്രീയെ കൊന്ന കുറ്റത്തിന് അവൻ തൂക്കുവർക്ക് കയറ്റി ആ പെൺകുട്ടി ഏത് നടക്കേണ്ടിയില്ലേ? മോളൊരുങ്ങിക്കോ. മോളെ അച്ഛൻ വരുമ്പോ ചോക്ലേറ്റ്, മിഠായി, ഓറഞ്ചെല്ലാം കൊണ്ടുവരാൻ കേട്ടോ മോളെ. നല്ല മോള്. പിന്നെ ആരാളിക്കാണ്? നമുക്കല്ല സ്വന്തമായി കൊച്ചാൻ പറ്റണം. എന്റെ കുഴപ്പം ഒരു ദിവസം കൊണ്ടാണ്. എന്റെ കുഴപ്പം എന്റെ കുഴപ്പം. എന്റെ ശങ്കര, ഞങ്ങൾ എന്നാ നിർത്താൻ എന്നാ പറഞ്ഞാൽ ஆனால் ഒരേ ഒരു അച്ഛനെ കാണണമെന്നും പറഞ്ഞു. കാറിന്റെ ഓൻ കേൾക്കുമ്പോഴും മദ്രാസി പട്ടണം അല്ലയോ അവൾ എന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല. എനിക്കും അവളെ കാണാതിരിക്കാൻ കഴിയില്ല. പിന്നെ മാസത്തിന്റെ ഏതെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ധൈര്യമായിട്ട് പോവുകയാണ്. ആരായി നോക്കിയാണോ ശങ്കരായി ഞങ്ങൾ ഈ കുഞ്ഞിനെ നോക്കുന്നത്? ഒന്നുമല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞല്ലേ. ഒരു വീഡിയോ ആണോ ശങ്കര? നീ എന്താ കാറ് വാങ്ങിച്ചത് കേട്ടല്ലോ? വാങ്ങിച്ചു. കുറച്ച് ബാക്കിയൊക്കെ കൊടുക്കാനുണ്ട്. ആ, നീ മദ്രാസിൽ വന്ന് ഒരു കൊല്ലം തികയാനതിന് മുമ്പ് ഇങ്ങനൊക്കെ ആക്കി തീർത്തല്ലോ. സന്തോഷം. പിന്നെ ശങ്കരനെ രാമപാല് കഷ്ടപ്പെട്ടുകൊണ്ട് സമ്പാദിച്ചതാണ് ആ കാറ്. നിങ്ങളൊന്നും അല്ല. എന്റെ ശങ്കര, സത്യം പറഞ്ഞാല് എനിക്ക് ശരീരമാണ് ജയവയ്ക്കാനൊക്കെ. ഞാൻ അങ്ങനെ ശീലിച്ചിട്ട് എന്നാ വല്ലജാതി ഇവിടെ കൊണ്ട് രക്ഷപ്പെടാമെന്നും കണ്ടാണ് ഞാൻ മദ്രാസിക്ക് പോകുന്നത്. വന്നപ്പോ കേട്ടോ ചില്ലറ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ. ഇപ്പൊ ഓടാതെ എന്റെ ദേവയ്ക്ക് മദ്രാസി വന്നപ്പോ ഞാനങ്ങ് സൂക്ഷിക്കും. ബാംഗ്ലൂർ മീൽ വരുമ്പോ എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഓഹോ, അത് മോളെ ഒന്ന് നോക്കണം. ഞാൻ വരാം. അതെന്താ പലതരത്ത് പോയി ചീത്ത വർത്താനം പഠിക്കാനാണോ? എന്നാലും അച്ഛാന്ന് വിളിക്കുന്ന സുഖം ഇംഗ്ലീഷ് വിളി ഇല്ല മോളെ. അവിടെ ഓ മോളിന് എന്തോ പഠിച്ചു? ഒരു കഥ മോൾ വായിച്ചു? ഡാഡി വായിച്ചു. മോൾ വായിച്ചു? ഡാഡി വായിച്ചു. ഡാഡിക്ക് അറിഞ്ഞൂടാ? അയ്യോ, ഡാഡിക്ക് വായിക്കാൻ അറിഞ്ഞൂടെ? ഇല്ല മോളെ, ഞാൻ പഠിപ്പിച്ചു തരാം. ഡാഡിക്ക് പോകാൻ സമയമായി. മോള് പാല് കുടിച്ചോണ്ട് അവിടെ വരുമ്പോ മാസ്റ്റർ വരും, എന്നിട്ട് പഠിക്കാം. അതാ മാസ്റ്റർ വന്നല്ലോ. പാല് കുടിച്ചിട്ട് ഇരുന്ന് പഠിക്കും. ശാന്തി, പാല് ചാപ്പിടമ്മ. ശാന്തി വല്ലതും പഠിക്കുന്നുണ്ടോ മാസ്റ്ററെ? ശാന്തി എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആക്കണമെന്നാണ് എന്റെ വിചാരം. പിന്നെ ശങ്കരൻ വലുതാണ്. നിങ്ങൾ ആദ്യം വന്നപ്പം എന്റെ കൂട്ടത്തിലല്ലേ താമസിച്ചത്? ആ വിചാരം എപ്പോഴും ഉണ്ട് മാസ്റ്റർ. എനിക്ക് നിങ്ങളെ പിടിച്ചു വേണം എനിക്കൊന്ന് കര കയറാൻ. എന്റെ ദേവജി ഇപ്പൊ സിനിമാക്കാരും തിരിഞ്ഞു നോക്കുന്നു. ആ, കുറെ ആയില്ലേ?
മാമ്പഴത്തങ്ങളുടെ ഒരു വർക്ക്ഷോപ്പ് മേടിക്കാൻ പോകുന്നോ മേടിച്ചെന്നോ ഒക്കെ കേട്ടല്ലോ. അങ്ങനെ ചെറിയ ആലോചനയിലിരിക്കുന്നു. ഞാൻ പറയാം. ഇയാള് പ്രശ്നം വെച്ച് പറഞ്ഞിട്ട് 5 ലോട്ടറി ഞാൻ എടുത്തു. ഒരു ബലവുമില്ല. ഇയാൾക്ക് പ്രസവിക്കാത്ത പെണ്ണെ പ്രസവിച്ചാൽ അറിയും. സാർ പറഞ്ഞോളൂ. പോകാം ശങ്കരനെ ഇങ്ങെല്ലാം ഇരുന്നു ഇവരെ இப்படி செய்ய விட்டீங்களா எடுத்த மனசுல ഒരുപാട് മനസ്സിലായി. சரி உங்க பேச்சுக்கு மதிப்பு கொடுக்கிறேன். பக்கத்து வீட்டுக்காரனா இருந்துட்டு பிராமணனா இருந்துட்டு இப்படி மானத்தை வாங்கி விட்டீரையா? அவசரம் கேட்டா கேட்டா அதெல்லாம் ஒண்ணும் இல்லை, சும்மா இரு. ஒண்ணு இல்ல, சின்ன தராரு. ஆமா, நீங்க எந்த படத்துக்கு போறீங்க? யாரு ஹீரோ? நாகேஸ்வராவோ? ஹீரோயினி வரலட்சுமி. நம்ம தேவகி அந்த காலத்திலே நாகேஸ்வர ராவிന്റെ கூட்டத்தை நடிச்சிருக்கேன். ஏதோ ஒரு தெலுங்கு படத்திலே பாரதிக்கு வேண்டி ആ കാലൊക്കെ കഴിഞ്ഞു പോയി. ആ കാലത്തിൽ എനിക്ക് തന്നെ ഹീറോ കിട്ടിയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഞാനിങ്ങനെ നർഗീസ് മാറി ആയാണ്. അവതേത്തി உனக்குதான் ஹீரோ அப்போ மாத்திருக்காங்களே. ஐயோ மாமி, உனக்கு ஒண்ணும் தெரியாது. நம்ம தொழிலுக்கு தகுந்த சான்ஸ் கிடைக்கணும்னா ஒரு ஹீரோ நம்ம கச்சேரியில் இருக்கோம். அதுக்குத்தான் என் ஹீரோ ஒத்துக்க மாட்டேங்கிறாரு. அது வேண்டாம், அது வேண்டாம், அது மறந்து இருக்கிறது. பிரச்சனை வாயா ஸ்டேஷனுக்கு. என்ன விசேஷம்? அதெல்லாம் அங்கே இருக்கிறான். தங்கரோ, அப்பயே நான் சொன்னேன், இவன் கைவோட்டும் அபோகம் பிசினஸும் செட் ஆகணும். சம்பளம் புதிய படிச்சுக்கிறோம். என்னங்கோ வாங்க போலாம், நேரம் மாற்றி படிக்கும். பார்த்த வாங்க. ആ പെൻസിന് പുസ്തകമൊക്കെ എവിടെ കൂടി കളഞ്ഞു? ഞാനിവിടെ വെച്ചിരുന്നു. ആ ABCD എഴുതിയ പുസ്തകം എനിക്ക് വെച്ചിരുന്നു. പക്ഷെ അവിടെ കാണിച്ചിട്ട് അധികമുള്ളല്ല കൂടുതൽ. അവരുടെ കുറ്റമല്ല മനസ്സേ, അത് ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തായിരുന്നു. ഇതൊന്നുമേ ഞാൻ അക്ഷരം മാസ്റ്റർ, എന്റെ മോളാണ് ആദ്യത്തെ ഗുരു. എനിക്ക് അമ്മയെ കാലിന് നാളെ ഡാഡി പോയി അമ്മയെ വിളിച്ചോണ്ടില്ല. മോളിന്ന് പറഞ്ഞു ഉറക്കം വരുമ്പോ അമ്മ ഓർമ്മ വരും. അമ്മ ഇവർക്ക് സുഖത്തിന് അല്പം കൂടുതലാണ്. അതാണ് എന്റെ മുമ്പിൽ വെച്ച് വിനോദിനെ ആക്ഷേപിച്ചത്. അങ്കിളിന്റെ മുൻപിലാണെന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുകയാണ്. അച്ഛന്റെ മുമ്പിന്റെ കല്ലെങ്കിലോ നീ പുരുഷന്റെ തന്റേടം കാണുമായിരുന്നു അല്ലേ വിനോ? നമുക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാനേ പോകും. ശരിയാ. ഏറ്റവും മധുരമുള്ള ശിക്ഷതരുമായി അതേ നാണയത്തിൽ നീ മറുപടി കിട്ടുമായിരുന്നു. ശാന്തിയുടെ ഡാഡി വിവരമുള്ള ആളാണ്. ഇത്ര മനസ്സിലാക്കി നമ്മളെ വിറ്റാക്കിയിട്ട് മാറിയത് കണ്ടേ, അതുകൊണ്ട് ധൈര്യമായി നമ്മുടെ ഉദ്ദേശം മാറി. ഇന്ന് പറയണമെന്ന് തന്നെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ആ വിനോദിന്റെ ഫാദർ സമ്മതമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ധൈര്യമായി പറയും. എന്റെ ഫാദർ സമ്മതിച്ചു. ഇപ്പോൾ തന്നെ പറയും. ഞാൻ വരട്ടെ.
എനിക്ക് ഡാഡിയോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഡാഡി പറയൂ. എന്താണ് ഡാഡി? ഞാനും വിനോദും സ്നേഹമാണല്ലേ? എന്നിട്ട് ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹമേ ഉള്ളൂ അതോ തീരുമാനമായോ? അതാ എന്നെ തീരുമാനിക്കേണ്ടത്. എന്ത് തീരുമാനം പോലെ നടക്കൂ? നീ എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? എന്റെ ആഗ്രഹം പോലെ ഡാഡി തീരുമാനിക്കണം. അപ്പോ എനിക്ക് ഗവർണറുടെ സ്ഥാനമാണല്ലേ? മന്ത്രിസഭ തീരുമാനമെടുക്കും, ഗവർണർ ആയിരിക്കും. എന്നാൽ നിന്റെ വിവാഹ കാര്യത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനം പോലെ നടക്കും. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു, അത് നടത്തുകയും ചെയ്യും. വിനോദിന്റെ അച്ഛനെ ഞാൻ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഇതേക്കുറിച്ച് വളരെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും. നീ വിനോദമായുള്ള വിവാഹം എത്രയും വേഗന ഞണ്ടി തന്നെ നിനക്ക് വിനോദിനോട് ഇഷ്ടമാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോ ഡാഡി ഒരു വലിയ കള്ളനാണ്. നീ ഒന്ന് ചുമ്മാ നേടി എന്റെ പെണ്ണമ്മ. നമുക്ക് ഏതെങ്കിലും ഒന്ന് സൂചിച്ച് കഴിയണമല്ലോ. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ കൃഷ്ണൻ ചേട്ടൻ മദ്രാസിന് വലിയ ലക്ഷപ്രഭുവായിട്ട് കഴിയുകയും ഞാനിവിടെ വാറ്റുകാരായും കുടിച്ച് ഉടനെ വലിച്ച് നടക്കുകയും അത് നടക്കില്ല. ഞാനെ തന്നെ ഞാൻ മദ്രാസിന് ദൈവത്തെ വിചാരിച്ചോക്കും ചെയ്യരുതേ. നീ ഓടിയാണ് ശാന്തി എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് ഒരു വലിയ കമ്പനിയൊക്കെ വെച്ച് ബംഗ്ലാവും കാറും ശങ്കറിന് പേര് മാറ്റി സൂയിക്കുകയാണ് നിന്റെ കൃഷ്ണൻ ചേട്ടൻ. പാതി കൊണ്ട് എനിക്ക് വന്നാലെന്താ? തന്നില്ലേ ആ പെൺകൊച്ചിന്റെ തള്ളയെക്കൊണ്ട കേസിന് ഞാൻ അവനെ ജയിലിൽ കയറ്റും. ഇല്ല, ഇങ്ങനെ ഒരു ചതിവ് ചെയ്ത് എന്റെ മോളുടെയും കൃഷ്ണൻ ചേട്ടന്റെയും ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നിന്നോട് കേട്ടില്ലേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? എവിടെ പോകുന്നു? എനിക്ക് വെളുപ്പിനെ പോകാമെന്ന്. ഇവിടെ വന്ന് കിടന്നിട്ടേ വെളുപ്പിനെ എഴുന്നേറ്റ് പോയാൽ മതി. എനിക്ക് ഇവിടെ രാത്രി കിടന്നാൽ സന്തോഷം കൊണ്ട് ഉറക്കം വരില്ല. എനിക്ക് എവിടെ നിന്നെങ്കിലും കുറെ കുടിക്കണം. എന്തുവാടാ? ശാന്തിസിന്റെ കല്യാണം ഈ വീട് വന്ന് അലങ്കരിക്കണ്ട. കല്യാണം ഇവിടെ വെച്ചല്ല, കല്യാണ മണ്ഡപത്തിൽ വെച്ച. അപ്പൊ എന്തിനാ ഈ വീട് അലങ്കരിക്കുന്നു? അഥവാ അലങ്കരിച്ച ആളെ കാശാ പോകുന്നു. ശാന്തിസിന്റെ അല്ലേ? നീ നാളെ വന്ന് കല്യാണ മണ്ഡപത്തിൽ നോക്ക്, അപ്പൊ കാണാൻ കളി. മേനൻ, എല്ലാ കാര്യങ്ങൾക്കും ഒരു നോട്ടീസ് സിസ്റ്റം വേണ്ടി ഞാൻ ആകെ കൂടെ അസ്വസ്ഥമാണ്. എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കാം. കത്തിനോക്ക് നേരത്തെ അയച്ചു. എനിക്ക് 7 രൂപ വെച്ച് സത്യയ്ക്ക് ഏർപ്പാട് ചെയ്തു. മണ്ഡപം അലങ്കരിക്കാൻ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് ഇന്ന് രാത്രി ശരിപ്പെടും. പിന്നെ ദേവകി ഒരഭിപ്രായം പറഞ്ഞു, കല്യാണ ചടങ്ങെല്ലാം സിനിമയിലെടുക്കണമെന്ന്. വേണ്ട വേണ്ട, ഞാനൊരു പടം പോലും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്നാ വേണ്ട. എന്റെ വിൽപ്പത്രം രജിസ്റ്റർ ഡോക്യുമെന്റ്സ് കിട്ടിയോ? അത് കിട്ടിയില്ല. നാളത്തെ ഒരു ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അതെല്ലാം പറ്റുള്ളൂ. നീ എവിടെയാണ്? ഞാൻ പഴയ പുള്ളിയാത്തൊരു കൈയാക്കാണ്. ഓർക്കാണിങ്ങനെ ഈ നിലയിലായി. നീ എന്നെ പഴയ രീതിയിൽ കാണരുത്. ഇത് ഞാൻ എന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് സമ്പാദിച്ചതാണ്. ചുമ്മാ സ്വന്തം പ്രയത്നം. നമ്മൾ രണ്ടിനും കൂടെ എത്ര പ്രയത്നിച്ചാൽ ജയിലിൽ നമ്മൾ എത്ര നാൾ. എന്റെ ഇന്നത്തെ നില നീ ഒന്ന് നോക്കണം. അങ്ങനെ എനിക്കും കൂടെ ജീവിക്കണമല്ലോ. ഞാൻ എന്ത് വേണമെങ്കിൽ തരാം. 20,000 30,000. 20,000 30,000 ആ കുതിരപ്പത്തേന്റെ എടുക്കുന്ന ഒരുത്തിന്റെ പാകം വെച്ചാൽ കിട്ടുമല്ലോ.
എന്നെ ഭീഷണിപ്പെടുത്താറങ്ങിയിരിക്കുകയാണ്. കേട്ടോ, ഞാൻ വളരെ കാലം കൊണ്ട് കെട്ടിപ്പടുത്തു, ഒരു നിമിഷം കൊണ്ട് നീ നശിപ്പിക്കരുത്. ഇനി ആവശ്യമുള്ളത് ഞാൻ ദൈവത്തെ ആധാരെങ്ങാണ്ടും നോക്കി പറക്കിയെടുത്ത് ആരുടെ കൊച്ചിന് കൊടുക്കുന്നുണ്ട്. ആ കൊച്ചിന് ഒന്നും കൊടുക്കണം. കാരണം അതിന്റെ തള്ളെ ആശയം ഞെട്ടിപ്പിക്കണം. ഞാനൊന്നും മറച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ആശാനെ പോലെ കാറും ബംഗാളും ഒക്കെ വെച്ചോ ഒന്ന് സൂചിക്കട്ടെ. ആരാണ് ആ മുതലാളി മുമ്പിൽ കയറിയിരിക്കുന്നത്? ഒന്നും പറയരുത്, എന്റെ നാട്ടുകാർ. ഇതിനെ ഏരിയയിലേക്ക് വിട്ടുവാ. ഈ നാട്ടിൻ പുറത്തുകാർക്ക് ഒരു മര്യാദ, ഒരു എത്തിക്കേറ്റ് നേരം പറ്റുള്ളൂ. ശാന്തിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തിന്റെയും പ്രമാണം അല്ല മനസ്സിലായി. കേശവ, നീ ഇപ്പോൾ നാളെ കഴിഞ്ഞു ഞാൻ എനിക്ക് എന്നോട് ചെയ്യും. ഈ സകല കള്ളത്തരങ്ങളും നമ്മൾ ഒരുമിച്ചല്ലേ അളിയാ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നോട് വേല ഇറക്കാം. സകല സ്വത്തുക്കളും ആ പെണ്ണിന്റെ പേർക്ക് എഴുതി വെച്ചിട്ട് താൻ ആത്മഹത്യ ചെയ്യോ നാട് വിടുകയില്ല. പിന്നെ ഞാൻ എന്തോ എടുക്കും. നീ എന്നെ നശിപ്പിച്ചിറങ്ങും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ജീവിക്കണം. അതുകൊണ്ട് തൽക്കാലം ഈ കല്യാണം വേണ്ടെന്ന്. എന്റെ ഒരു മോനുണ്ടായിരുന്നു, അവൻ സമർത്ഥനം വെച്ചാൽ തന്നേക്കാൾ സമർത്ഥന. അവൻ താനേ പുറത്തു. അതുകൊണ്ട് തന്റെ മോളെ അവളെ കൊണ്ട് സംബന്ധം കേട്ടോ. നീ എന്താണ് പറയുന്നത്? നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം പറയുന്നു. പകുതി സ്വത്ത് എനിക്ക് അതിന് തന്റെ മോളെ എന്റെ മോളെ കൊണ്ട് സംബന്ധം ചെയ്യിച്ചേ പറ്റും. അതെല്ലാം ഉണ്ടെങ്കിൽ നാളെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് 12 മണിക്ക് സ്ഥലമെല്ലാം വിളിച്ചു പറയും. യാതൊരു മാറ്റവുമില്ല. ഞാൻ കോറമ്പുറത്ത് സുബ്രഹ്മണ്യ വിലാസം ഹോട്ടൽ 5ാം നമ്പർ മുറിയിലാണ് താമസം. നാളെ 10 മണിക്ക് മുമ്പേ എനിക്ക് വിവരം അറിയണം. അതെല്ലാം നമ്മൾ കല്യാണ സ്ഥലത്ത് കാണാം. Thank you.
ആര് പോയിക്കാനോ? പിന്നെ സമയം கிடைச்சதா கொண்டு வாப்பா. எவ்வளவு நேரம் வெயிட் பண்ணிட்டு கொண்டு வாப்பா. கிருஷ்ணன் ചേട്ടനോ? അതേടാ, കിഷൻ ചേട്ടൻ തന്നെ, പഴയ കേടി കൃഷ്ണൻ ചേട്ടന്റെ ഈ വേഷത്തിന് ഇതാണല്ലോ കേടി കിഷന്റെ വേഷം. നീ കണ്ടിട്ടില്ലേ? നേരത്തെ കണ്ടത് ശങ്കരന്റെ വേഷമായി. ഞാൻ ഇന്നും പഴയ കേടി കൃഷ്ണനാണെന്ന് നിന്നെ മനസ്സിലാക്കാനാണ് ഈ വേഷത്തിൽ വന്നത്. എടാ കേശവ, നീ തെറ്റിദ്ധരിച്ച് ഞാൻ കൂട്ടുധരിച്ചപ്പോൾ ഭീതിയായിപ്പോയത്. എന്റെ സമ്പാദ്യം കള്ളക്കടത്തിൽ കള്ളനോട്ട് കൊണ്ടുണ്ടായതാണ്. അല്ലടാ, അല്ല, ന്യായമായ മാർഗത്തിലൂടെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. നിനക്ക് ഞാൻ പണം തന്നപ്പോൾ നീ ധരിച്ചു അയന്നിട്ടാണ്. അയ്യോ കൃഷ്ണേട്ട, ഞാൻ അല്ലടാ, അതിലുപരി നിന്റെ ഇപ്പോഴത്തെ ഭാര്യയില്ലേ, കൊച്ചുനാളിലെ മുതൽ എന്നെ സ്നേഹിച്ചു വളർന്ന ആ പെൺകുട്ടി, അവളെ കരുതി കൂടിയാണ് ഞാനത് ചെയ്തത്. കേശവ, അവസാനമായി ഞാൻ പറയുന്നു, അറിയാതെ ഞാനൊരു സ്ത്രീയെ കൊന്ന് കൊലപാതകം, അറിഞ്ഞുകൊണ്ടൊരു കൊലപാതകയാകാൻ നീ ഇടയാക്കരുത്. എനിക്ക് പണം എത്ര വേണോ ഞാൻ എന്റെ മകളുടെ കല്യാണം നീ അലങ്കോലപ്പെടുത്തിയാൽ ഈ വേഷത്തിൽ നീ എന്നെ ഒന്നുകൂടെ കാണാനിടയാവും. മനസ്സിലായോ? എന്നാ കൃഷ്ണേട്ടൊരു കാര്യം ചെയ്യട്ടെ, വേറൊന്നും തോന്നരുത്. നാളെ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഒരു 50,000 കൊടുത്തേക്കാം. ആരെങ്കിലും കഴിച്ച് കൊടുത്തേക്കാം. ആ കൃഷ്ണ, കൊച്ചിസ, ആ 10 കൃഷ്ണ, നീ കേശവനെ ഏമാറ്റാന്ന് ചോദിച്ചില്ലടാ. ആ തൂങ്ങിച്ചെത്തവന്റെ അറിയാതെ തൂങ്ങിച്ചെത്തവനല്ല. ഞാൻ ചായ കഴിഞ്ഞിട്ടുണ്ട്, ചായ അടിച്ചിട്ടുണ്ട്, ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കേട്ടടാ, 10 കൃഷ്ണ. യോഗി, നീയാണ് നാം ഭയങ്കര അല്ലേ? അച്ഛാ, இது நல்ல லடு, இது நல்லா இருக்குல்ல? நல்லா இருக்கு. கல்யாண மண்டபத்தில் வேண்டாமா? என்ன இது எவ்வளவு நேரம் வச்சிருக்கு? முதலாளிக்கு ஆகப்பாடு பஞ்சாயத்து மூணு போட்டோம் ரசமாயிருக்கும். நாங்க வந்து കാഞ്ചിക്കുട്ടിന്റെ കല്യാണമാ. പ്രസിക്കുന്നു. നീ കല്യാണ മണ്ഡപത്തിൽ ചെല്ലാക്കാ. ആരാണ് മാസ്റ്റർ? അല്ല, കുഞ്ഞിനെ കാണണമെന്ന്. ഇങ്ങോട്ട് വരാൻ തരുമോ? ചെന്നാട്ടെ. സർവീസ് ഇല്ലാതെ കണ്ണടി. മോൾ ആരോടും പറയുകയില്ലെങ്കിൽ, മോൾക്ക് ആക്ഷേപം തോന്നുകയില്ലെങ്കിൽ ഞാൻ പറയാം. മോളുടെ അമ്മ, എന്റെ പൊന്നു മോളെ 5 വയസ്സ് വരെ വളർത്തിയ അമ്മ. അമ്മേ, മോളെ പൊന്നമ്മേ. ഡാഡി, ഡാഡി എന്റെ അമ്മ. നിങ്ങൾ രണ്ടുപേരും ഒരു കരുതിപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ലേഡി ദ്രോഹി, നശിപ്പിക്കരുത്, നശിപ്പിക്കരുത്. നിങ്ങൾക്ക് നല്ല സന്തോഷം. ഇല്ല ചേട്ടാ, ഇല്ല.
ഞാൻ ഒരിക്കലും അങ്ങനെ എന്റെ മോളെ നശിപ്പിക്കുകയില്ല. നശിപ്പിക്കില്ലല്ലേ പ്ലീസ് ഡാഡി. മോളെ ഇരുപത്തിന് സമയം ഇതുവരെ ഒരുമിച്ച് എന്നാണ് സഞ്ചരിച്ചത്. അച്ഛനാണ് പറയുന്നത്. അച്ഛൻ പറയുക സാരമില്ല മോൻ. അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ മോക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. മോള് പോയി. നിന്റെ ഭർത്താവ് കോടമ്പാക്കത്ത് സുബ്രഹ്മണ്യം ഇല്ലാത്ത ഹോട്ടലിൽ 5-ാം നമ്പർ മുറിയിലിരുന്ന് എന്റെയും എന്റെ മകളുടെയും ചിതവൊരുക്കുകയാണ്. മനസ്സിലായോ? എന്റെ ഭർത്താവ് ഇവിടെയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതറിയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ മനുഷ്യൻ മദ്രാസിലേക്ക് പോകുന്നത് മനസ്സിലാക്കി ഞാൻ പുറകെ വരികയായിരുന്നു. ഓഹോ, നീ ഇവിടെ ചേർന്ന് എന്റെ വിലവേഷം വന്നതാണല്ലേ? അങ്ങയുടെ വില ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി വില പറയേണ്ട കാര്യമില്ല. നിന്റെ ഭർത്താവ് എന്റെ മകളുടെ കല്യാണം നടത്തിച്ചില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവന്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. എനിക്കൊരു സുഖവുമില്ല. അവനെല്ലാം തകർക്കും. എല്ലാം തെറ്റും. അങ്ങ് സമാധാനമായിരിക്കും. ഞാനതിന് വഴിയുണ്ടാക്കാം. എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ. പ്രസവിച്ചതല്ലെങ്കിലും ശാന്തി എന്റെ മോളാണ്. അവളുടെ വിവാഹം നടന്നു കാണാൻ ചേട്ടനെ പോലെ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് തടസ്സമുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. இன்னொரு கல்யாணம் அவ்வளவு அங்க அனுப்பிச்சேன். சங்கர் சார் கல்யாணத்துக்கு நம்ம காரணத்தை வந்தேன். ஓஹோ, எடுத்து அங்கே உட்காரு. மணி 10 ரூபாய் கேடிச்சு நான் காணுது. மணி என்னாச்சு? நீயும் நீ எங்க விடும் எந்திரி விடும். सर्वमंगल जय गौरी नारायण नमोस्तुते मांगल्यं संप्रदाने नाम जीवन देवना कंठे पद्माभिषेके मंजीवकरधस्वता. ഞാൻ ഹോട്ടൽ സുബ്രഹ്മണ്യ വിലാസിന് കയറിയാണ്. അവിടെ നിന്ന് ഒരു സ്ത്രീ പറഞ്ഞയച്ചാണ് കല്യാണത്തിന് യാതൊരു തടസ്സം വരില്ലെന്ന്. അവരവിടെ അവിടെ താമസിക്കുന്ന ഒരാളെ പറ്റി വന്നു. ക്ഷമിക്കണം, ഞാനും ഒരു എസ് ഐ ചെല്ലാവറിയും ഇന്ന് കല്യാണത്തിൽ പുറപ്പെട്ടതാണ്. നാട്ടിൽ നിന്ന് അളവിലാൻ കയറിയെന്ന് ഒരുത്തിനെ കുത്തിക്കൊണ്ടിരിക്കും. ഞാനും ഈ കേസിന്റെ കാര്യം അറിയാനാണ് വന്നത്. ഈ കേസിൽ അതെ ഇരിക്കണം വേണ്ട എന്നുള്ളത്. ഈ കേസിൽ ഞാനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി നിങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ ആരാണെന്ന് ഞാൻ പറയും. സ്നേഹിച്ച ഒരു പുരുഷന് വേണ്ടിയും കുഞ്ഞിനു വേണ്ടിയും നീചനായ ഒരു വല്ല ഭാര്യയായി ജീവിച്ച് അവസാനം അയാളെ കൊലപ്പെടുത്തിയ ഒരു കുളം. സ്ത്രീവർഗത്തിന്റെ അഭിമാനമാണ്. നല്ലവരുടെ ജീവിതം തകർത്ത് ഇവളെ കൊണ്ട് ഈ കുറ്റകൃത്യം ജയിച്ചത് ഞാനാണ് സാർ. നിങ്ങളെല്ലാം വളരെയേറെ ബഹുമാനിക്കുന്ന ഈ ഞാൻ
കേരളത്തിലെ എണ്ണപ്പെട്ട പേടികളിൽ ഒരുത്തനാണ്. സാഹചര്യം കൊണ്ട് എനിക്കൊരു സ്ത്രീയെ കൊല്ലേണ്ടി വന്നു. അനാഥയായ അവളുടെ ശിശുവിനെ ഞാൻ എടുത്തു വന്നു. ആ കുഞ്ഞിനെ വലിയവളാക്കി തീർക്കണമെന്നുള്ളതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം. ഇന്ന് എനിക്കത് സാധിച്ചു. നിങ്ങളുടെ വിലങ്ങിനും ജയിലിനും തൂക്കുമരത്തിനും അവകാശി എന്റെ പൊന്നമ്മയാണ്. ഞാൻ തന്നെയാണ്. ഇതാ